2 രാജാക്കന്മാർ അധ്യായം 10. ആഹാബിന് ശമര്യയിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമര്യയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചതെന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗ്രഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവീൻ. അവരോ ഏറ്റവും ഭയപ്പെട്ടു. 2 രാജാക്കന്മാർക്കും അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിന്റെ അടുക്കൽ ആളയച്ചു. ഞങ്ങൾ നിന്റെ ദാസന്മാർ, ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറയിച്ചു. അവൻ രണ്ടാമതും എഴുത്തെഴുതിയത്, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എൻ്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്ത് ഇസ്രായേലിൽ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എന്നാൽ രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെയായിരുന്നു. ഈ എഴുത്ത് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെയും പിടിച്ചു കൊന്നു. അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രായേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്ന് അവനോട്, അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നു എന്നറിയിച്ചു. അവയെ പടിപ്പുരവാതിൽക്കൽ 2 കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വെച്ചേക്കുവീൻ എന്ന് അവൻ കൽപ്പിച്ചു. പിറ്റേന്നാൾ രാവിലെ അവൻ പുറത്തു ചെന്ന് നിന്നു. സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ നീതിമാന്മാർ, ഞാനോ എൻ്റെ യജമാനന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഇവരെയൊക്കെയും കൊന്നത് ആർ? ആകയാൽ യഹോവ ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്നറിഞ്ഞുകൊള്ളുവീൻ. യഹോവ തൻ്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ യേഹു ഇസ്രായേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെ ഒക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ടു ശമര്യയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ രോമം കത്രിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദാ രാജാവായ അഹസ്യാവിന്റെ സഹോദരന്മാരെ കണ്ടിട്ട്, നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ, രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുകയാകുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ, അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. അവർ അവരെ ജീവനോടെ പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്രിക്കുന്ന വീട്ടിന്റെ കളത്തിങ്കൽ വെച്ച് കൊന്നു. അവരിൽ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ടു വന്ദനം ചെയ്ത് അവനോട്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരിക. അവൻ കൈ കൊടുത്തു. അവൻ അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. നീ എന്നോടുകൂടെ വന്ന് യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്നവൻ പറഞ്ഞു. അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി. ശമര്യയിലെത്തിയപ്പോൾ അവൻ ശമര്യയിൽ ആഹാബിന് ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏലിയാവോട് അരുളി ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട്, ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ, യേഹുവോ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൽ വരുത്തുവീൻ, ഒരുത്തനും വരാതിരിക്കരുത്.
ഞാൻ ബാലിന് ഒരു മഹായാഗം കഴിപ്പാൻ പോകുന്നു, വരാത്തവർ ആരും ജീവനോടിരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. എന്നാൽ ബാലിന്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു. ബാലിന് ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പീൻ എന്ന് യേഹു കൽപ്പിച്ചു. അവർ അങ്ങനെ ഘോഷിച്ചു. യേഹു ഇസ്രായേൽ ദേശത്തെല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു. ഒരുത്തനും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി. ബാൽ ക്ഷേത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ വസ്ത്രവിചാരകനോട്, ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്ക എന്ന് കൽപ്പിച്ചു. അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ യേഹുവും രേഖാബിന്റെ മകനായ യോനാദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്ന് ബാലിന്റെ പൂജകന്മാരോട്, ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരിഞ്ഞു നോക്കുവീൻ എന്ന് കൽപ്പിച്ചു. അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്ത് ചെന്ന ശേഷം യേഹു പുറത്ത് 80 പേരെ നിർത്തി. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവന്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കും എന്ന് കൽപ്പിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അകമ്പടികളോടും പടനായകന്മാരോടും, അകത്ത് കടന്ന് അവരെ കൊല്ലുവീൻ, ഒരുത്തനും പുറത്തു പോകരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ വാളിന്റെ വായ്ത്തലയാൽ അവരെ കൊന്നു. അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞു കളഞ്ഞു. ബാൽ ക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്നു. ബാൽ ക്ഷേത്രത്തിലെ സ്തംഭവിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്നു ചുട്ടുകളഞ്ഞു. അവർ ബാൽ സ്തംഭത്തെ തകർത്ത് ബാൽ ക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു. അത് ഇന്ന് വരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല. യഹോവ യേഹുവിനോട്, എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എൻ്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗ്രഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ 4-ാം തലമുറ വരെ ഇരിക്കും എന്നരുളി ചെയ്തു. എങ്കിലും യേഹു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണപ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അവൻ യോർദാന് കിഴക്ക് ഗാദ്യർ, രൂബേന്യർ, മനശ്ശേയർ എന്നിവരുടെ ദേശമായ ഗിലെയാദ് മുഴുവനും ജയിച്ചടക്കി. അർന്നോൻ തോട്ടിനരികെയുള്ള അരോവ്യർ മുതൽ ഗിലെയാദും ബാശാനും തന്നെ. യേഹുവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേഹു തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോവാഹാസ് അവനു പകരം രാജാവായി. യേഹു ശമര്യയിൽ ഇസ്രായേലിനെ വാണ കാലം 28 സംവത്സരം ആയിരുന്നു. രണ്ട് രാജാക്കന്മാർ അധ്യായം 11. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്തു. അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. അവനെ അവളോടുകൂടെ 6 സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. 7-ാം ആണ്ടിൽ യഹോയാദ ആളയച്ചു കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ചു. തന്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്തു. അവൻ അവരെക്കൊണ്ട്
യഹോവയുടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്: ശബ്ബത്തിൽ തവണ മാറി വരുന്ന നിങ്ങളിൽ 1/3 രാജധാനിക്കും, 1/3 സൂർ പടിവാതിൽക്കലും, 1/3 അകമ്പടികളുടെ സ്ഥലത്തിന് പിൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം. ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടങ്ങുപോലെ കാവലായിരിക്കണം. ശബ്ബത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളിൽ 2 കൂട്ടങ്ങൾ രാജാവിൻ്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ കാവലായിരിക്കണം. നിങ്ങളെല്ലാവരും താന്താൻ്റെ ആയുധം ധരിച്ച് രാജാവിൻ്റെ ചുറ്റും നിൽക്കണം. അണിക്കകത്ത് കടക്കുന്നവനെ കൊന്നുകളയണം. രാജാവ് പോകുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം. യഹോയാദാ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ശതാധിപന്മാർ ചെയ്തു. അവർ ശബ്ബത്തിൽ തവണ മാറി വരുന്നവരിലും ശബ്ബത്തിൻ്റെ തവണ മാറി പോകുന്നവരിലും താന്താൻ്റെ ആളുകളെ യഹോയാദാ പുരോഹിതൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതൻ ദാവീദ് രാജാവിൻ്റെ വകയായി യഹോവയുടെ ആലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അകമ്പടികളൊക്കെയും കയ്യിൽ ആയുധവുമായി ആലയത്തിൻ്റെ വലത്തുവശം മുതൽ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിൻ്റെ ചുറ്റും നിന്നു. അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടം ധരിപ്പിച്ചു. സാക്ഷ്യപുസ്തകവും അവനു കൊടുത്തു. ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി, രാജാവേ, ജയ ജയ എന്നാർത്തു. അഥല്യ അകമ്പടികളുടെയും ജനത്തിൻ്റെയും ആരവം കേട്ടു. യഹോവയുടെ ആലയത്തിൽ ജനത്തിൻ്റെ അടുക്കൽ വന്നു. ആചാരപ്രകാരം തൂണിൻ്റെ അരികെ രാജാവും രാജാവിൻ്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ച് കാഹളമൂതുന്നതും കണ്ടിട്ട് അഥല്യ വസ്ത്രം കീറി, ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോയാദാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവീൻ, അവളെ അനുഗമിക്കുന്നവനെ വാൾ കൊണ്ട് കൊല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അവർ അവൾക്ക് വഴിയുണ്ടാക്കിക്കൊടുത്തു. അവൾ കുതിരവാതിൽ വഴിയായി രാജധാനിയിലെത്തിയപ്പോൾ അവളെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാദാ യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. പിന്നെ ദേശത്തെ ജനമൊക്കെയും ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അതിടിച്ച് അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചു കളഞ്ഞു. ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുൻപിൽ വെച്ച് കൊന്നുകളഞ്ഞു. പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരകന്മാരെയും നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും കാര്യരെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്നിറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ രാജാസനം പ്രാപിച്ചു. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. നഗരം സ്വസ്ഥമായിരുന്നു. അഥല്യയെ അവർ രാജധാനിക്കരികെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. യഹോവാശ് രാജാവായപ്പോൾ അവന് 7 വയസ്സായിരുന്നു.